എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സാധാ അംബ്രല മെഷീനിൽ എവിടെയെല്ലാം ഓയിൽ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം കറക്റ്റായിട്ട് പറയുന്നുണ്ട്, അടയാളപ്പെടുത്തി കാണിക്കുന്നുണ്ട് ഓയിൽ ഇന്ന സ്ഥലങ്ങളിൽ കൊടുക്കാതിരുന്നാലുള്ള പ്രശ്നം എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ ഓരോ സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം, ഇന്ന സ്ഥലങ്ങളിൽ ഓയിൽ കൊടുക്കണമെന്ന്. അതിന് ശേഷം നമുക്ക് ഓയിൽ കൊടുക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഹോള് ഇവിടെ ഓയിൽ കൊടുക്കുന്നത്, ഈ ഹോളിൽ ഓയിൽ കൊടുക്കുന്നത് ഇത് കണ്ടോ, ഇത് ടേക്കപ്പ് ലിവർ എയർ. ഇതിൻ്റെ ക്യാം വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും നമുക്ക് ത്രെഡ് ഇട്ട് തയ്ച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഇതിന് അധികം സൗണ്ട് വരുന്നത് നമുക്ക് മെഷീനിൽ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന മുന്നോടിയായിട്ട് ഇവിടെ ഒരു തുള്ളി ഓയിൽ കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമ്മൾ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലും ഇവിടെ ഫസ്റ്റ് തയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു തുള്ളി ഓയിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്താ വെച്ചാൽ ഇവിടെ നിന്നാണ് അധികം നമുക്ക് സൗണ്ട് വരുന്നത്. ഈ സാധനം ടേക്കപ്പ് ലിവർ ഇങ്ങനെ അടിയിലും പോയി പൊന്തി വരുമ്പോൾ കണ്ടോ, അതായിരിക്കും ഇവിടെ ഒരു തുള്ളി ഓയിൽ കൊടുക്കുക. പിന്നെ ഈ നീഡിൽ ബാർ, ഇവിടെ കൂടുതൽ ഓയിൽ കൊടുക്കരുത്, ഒരൊറ്റ തുള്ളി കൊടുത്താൽ മതി. കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തയ്ക്കുമ്പോൾ നീഡിലൂടെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ തയ്ക്കുന്ന തുണിയിലൊക്കെ ആവും. ഒരു തുള്ളി ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞ് ഈ മാർക്കിൽ ഇവിടെ ഒരു തുള്ളി കൊടുക്കുക. ഇവിടെ പിന്നെ കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെയാണ്. ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. ഇവിടെ കൊടുക്കുന്ന ഈ ഓയിൽ തന്നെയാണ് നമ്മൾ ബാക്കിൽ ഈ കവർ തുറന്നിട്ട് കൊടുക്കുന്നതും. രണ്ടും സെയിം ആണ്. നിങ്ങൾക്ക് ഇവിടെയും കൊടുക്കാം, പിന്നെ നിങ്ങൾക്ക് താല്പര്യം നിങ്ങളതനുസരിച്ച് ഇതിൻ്റെ ബാക്കിൽ ഓപ്പൺ ആക്കിയിട്ട് അവിടെയും കൊടുക്കാം. ഓക്കെ. പിന്നെ നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ കൊടുക്കുന്നത് വെച്ചാൽ ഈ ബോഡിയുടെയും ജീലിൻ്റെയും ഒരു ബുഷ് വരുന്നുണ്ട് ഇവിടെ. ആ ബുഷിൽ നമ്മൾ കറക്റ്റായിട്ട് കുത്തനെ വെച്ചിട്ട് ഇങ്ങനെ ഓയിൽ കൊടുക്കണം. ഇവിടെ കൊടുക്കണ്ട കേട്ടോ. പിന്നെ നമ്മളൊരു 3 ദിവസം കൂടുമ്പോൾ ഈ മുകൾ ഭാഗത്ത് ഞാൻ ഈ കാണിച്ച ഹോളുകളിലൊക്കെ ഒരു 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ഓയിൽ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വട്ടം എന്തായാലും കൊടുക്കണം. ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, ഇവിടെ നിന്നാണ് നമ്മൾ അധികം സൗണ്ട് വരാൻ സാധ്യത കൂടുതൽ. അതുപോലെ ഇവിടെയും നമ്മൾ എന്തായാലും കൊടുക്കണം. തയ്ക്കുന്നതിന് മുന്നോടിയായിട്ട് ഈ രണ്ട് സൈഡിലും ഓയിൽ കൊടുത്താൽ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് സൗണ്ട് ഇല്ലാതെ അടിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മൾ അടിവശത്ത് അവിടെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വട്ടെങ്കിലും നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ കൊടുക്കുന്നത് കാണാം. ഇപ്പോൾ ഓയിലിൻ്റെ ക്യാനാണിത്. ഇത് നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയ നീഡിൽ ഉപയോഗിക്കുക. എന്നിട്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകൾ വശത്ത് ഇവിടെ ഒരു ചെറിയ ഒരു ഹോളാക്കിയാൽ മതി. വലിയ ഹോളാക്കി കഴിഞ്ഞാൽ ഓയിൽ ഒരുപാട് പോകും. ഇതുപോലത്തെ ഈ ടിന്ന് നമുക്കൊരു 3-4 മാസം വരെ ഉപയോഗിക്കാം, ഓരോ തുള്ളീച്ച കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ചെറിയ ഹോളാക്കിയാൽ മതി. വലിയ ഹോളാക്കിയാൽ ഒരുപാട് പോകും. ചെറിയ ഹോളാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3-4 മാസം കൊടുക്കാനുണ്ടാവും. അപ്പം നമുക്ക് ഓയിൽ കൊടുക്കാം. ഈ ഹോളിൽ ഒരു തുള്ളി കൊടുക്കുക, ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഹോളുണ്ട് കേട്ടോ. വീലിൻ്റെയും ബോഡിയുടെയും അവിടെ ഒരു തുള്ളി. പിന്നെ നമ്മൾ ഈ നീഡിൽ ബാറിന് ഒരൊറ്റ തുള്ളി കൊടുത്താൽ മതി. ഓക്കെ. ഇനി നമ്മൾ പോകേണ്ടത് അടിവശത്തേക്കാട്ടോ. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട സ്ഥലങ്ങൾ ഈ ജോയിൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതുണ്ടോ, ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ ഈ ജോയിൻ്റ് വരുന്നിടത്തൊക്കെ കൊടുക്കണം കേട്ടോ. അതുപോലെ ഇവിടെ പിന്നെ ഈ ഷട്ടലിൻ്റെ ഇവിടെ, ഓക്കെ, ഈ ഭാഗങ്ങളിലൊക്കെ കറക്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെയൊക്കെ ജോയിൻ്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കുക. കണ്ടോ,
പിന്നെ നമ്മൾ ഷട്ടലിൽ ഓയിൽ കൊടുക്കുമ്പോൾ ഇതാ നമ്മൾ ബോബിൻ കേസ് ഇടുന്ന ഈ ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ക്യാപ്പിൽ, ഇവിടെ ഒരു ക്യാപ്പിൽ ഒരു തുള്ളി, ഒറ്റ തുള്ളി കൊടുത്താൽ മതി. അതിൽ ഒരു തുള്ളി കൊടുത്തിട്ട് നമ്മൾ വീല് 2-3 വട്ടം കറക്കിയാൽ തന്നെ നല്ലതാവും. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് താഴത്താണ്. ഇങ്ങനെ ഈ ഭാഗത്ത് നമുക്ക് ഒരു തുള്ളി കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഈ കറങ്ങുന്ന ഒരു ഇതുണ്ടല്ലോ, ഈ വീല് കറങ്ങുന്ന ഇവിടെ ഒരു തുള്ളി. പിന്നെ നമ്മൾ ഈ ചവിട്ടുന്ന കാലുവേദന എന്ന് പറയും എല്ലാവരും. ഇത് ഇവിടെയും കൂടി ഓയിൽ കൊടുക്കണം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. മോട്ടറിൽ അടിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഓയിൽ കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ബാക്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെറുതായിട്ട് ലൂസ് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓയിൽ കൊടുക്കാം. ഉള്ളിലും വേണമെങ്കിൽ ഓയിൽ കൊടുക്കാം. ഇത് ഈ ഉള്ളിൽ കൊടുക്കുന്ന ഓയിൽ തന്നെയാണ് ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ ഓയിൽ കൊടുത്തു. ഇനി നിങ്ങൾ ഓയിൽ ഇവിടെ ഇതിങ്ങനെ ഈ സ്ക്രൂ ഉണ്ടോ, ഇത് ലൂസ് ചെയ്തിട്ട് ഇത് നമ്മൾ ഒരു മാസത്തിൽ ഒരു വട്ടമൊക്കെ കൊടുക്കുന്നതാണ് നല്ലത്. മാസത്തിൽ ഒരു വട്ടം കൊടുത്താൽ മതി. ലൂസ് ചെയ്തിട്ട് ഇതൊന്ന് പൊക്കി കഴിഞ്ഞാൽ ഈ വലിയ ഹോളിനുള്ളിലൂടെ നിങ്ങൾ പോരും. പോന്നു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചുതരാം. ഇവിടെ കൊടുക്കുക, ഒരു തുള്ളി കൊടുത്താൽ മതി. ഇങ്ങനെ പൊക്കണം. അത്രേ ഉള്ളൂ. ഇതൊരു മാസത്തിലൊക്കെ ഒരു വട്ടമൊക്കെ കൊടുത്താൽ മതി. ഓക്കെ, ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്ക്രൂ ഉണ്ട്. കറക്റ്റായിട്ട് ഈ ടേക്കപ്പ് ലിവർ വരുന്നതിനുള്ളിലേക്ക് ഇടുക. വലിയ ഹോളുണ്ട്. അങ്ങനെ നേരെ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ വിരലുണ്ടല്ലോ, ഈ വിരലുകൊണ്ട് ഇവിടെ പ്രസ് ചെയ്യുക. രണ്ടാം വിരലുകൊണ്ട് ഇതിൻ്റെ ഈ അടിയിലും പ്രസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ, ഇത് നമ്മൾ ടൈറ്റ് ആക്കുന്ന അനുസരിച്ച് ഇതിങ്ങനെ മേലോട്ട് കയറി വരും. കറക്റ്റ് ടൈറ്റ് ആവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പിടുത്തം പിടിക്കാൻ പറയുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇത് പൊക്കിയിട്ട് ഈ പല്ലിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ കൊടുക്കാം. ഓയിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈറ്റ് തുണി, അങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള തുണികളൊക്കെ അടിക്കുമ്പോൾ അതിലൊക്കെ ഓയിലാവാൻ സാധ്യതയുണ്ട്. അതിലേറെ ബെറ്റർ നിങ്ങൾ ഈ 2 സ്ക്രൂവും ഊരി എടുത്തിട്ട് ഓയിൽ ഒരു കോട്ടൺ തുണിയിലാക്കിയിട്ട് ഇവിടെയൊക്കെ തുടച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ ക്ലീൻ ചെയ്യുന്ന സമയത്ത്. ഓയിലൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. ഓയിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വീല് കുറച്ച് സമയം കറക്കുക, അല്ലെങ്കിൽ നമ്മൾ ചവിട്ടുന്നതിന് മുമ്പായിട്ട് ത്രെഡ് ഇടരുത്. ബോബിൻ കേസ് ഒക്കെ ഊരി വെച്ചിട്ട് പ്രഷർ വുഡ് പൊക്കി വെച്ചിട്ട് മാത്രം നമ്മൾ ചവിട്ടുക. കുറച്ച് സമയം ചവിട്ടി കഴിയുമ്പോൾ കുറച്ച് നല്ലോണം സ്മൂത്ത് ആയതിനു ശേഷം മെഷീനൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വാച്ചിങ് വീഡിയോ.